സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങിയതായി ബിജെപി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ കെ.എം. ഹരിദാസ്. ഇത്തവണ പാലക്കാട് പിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കെ.എം. ഹരിദാസ് ന്യൂസ് 18നോട് പറഞ്ഞു. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ കാലമെത്തുന്നു. രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ എല്ലാം തന്നെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് സജീവമായി കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും സജീവമാണ്. എന്തായാലും നമ്മുടെ കൂടെയുള്ളത് ബിജെപിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായ കെ.എം. ഹരിദാസ് ആണ്. നമസ്കാരം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? മുന്നൊരുക്കങ്ങൾ ആയി വരുന്നു. അത്രയും അതിന്റെ ഒരു വലിയൊരു മുന്നൊരുക്കങ്ങളിലേക്ക് എത്തി വരുന്നല്ലേ ഉള്ളൂ. എന്തായാലും ബിജെപിക്ക് വലിയ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ടാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം കാണുന്നത്. കഴിഞ്ഞ തവണയൊക്കെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്. ഇത്തവണ എന്തായാലും തിരിച്ചു പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയെ തന്നെയാണോ ബിജെപി? തീർച്ചയായിട്ടും പാലക്കാട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പാലക്കാട് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കാരണം സാധാരണ ജനങ്ങൾ 5 വർഷത്തേക്കാണ് ഒരു MLA തെരഞ്ഞെടുത്ത് വിടുക. അതില് ഇടയിൽ വന്നിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായത് തന്നെ അത് യഥാർത്ഥത്തിലുള്ള ജനവിധിയെ അട്ടിമറിക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഇടതുപക്ഷ മുന്നണിയും വലതു മുന്നണിയും പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഷാഫി ജയിച്ചതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോ നിയമസഭയിൽ ഷംസീർ തന്നെ ആ കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്, കേരളം മുഴുവൻ കേട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ സാധാരണ പാലക്കാട്ടെ ജനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വഞ്ചിക്കപ്പെട്ടതാണ് എന്നുള്ളത് അവർക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ തീർച്ചയായിട്ടും പാലക്കാട്ടെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അതിന് മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ ഒരു ക്രോസ് വോട്ടിംഗ് എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളൊക്കെ സജീവമായിരുന്നു. ആ ഒരു ഒത്തുകളി LDFും UDFും അങ്ങനെയാണ് BJP ഉൾപ്പെടെ ആരോപിച്ചിരുന്നത്. അത് ഒരു വസ്തുത തന്നെയാണ് എന്നാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത്. ഇനിയും അങ്ങനെ സംഭവിക്കും എന്ന് തന്നെയാണോ? അങ്ങനെ ഒരു സാധ്യതയാണോ? പിന്നെ പൊതുവെ BJP അതുകൂടി കാണുന്നുണ്ടോ? അല്ല, ഈ ഒരു ക്രോസ് വോട്ടിംഗ് കഴിഞ്ഞ പ്രാവശ്യം അവര് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവര് തന്നെ പറഞ്ഞതാണ്. നമ്മൾ ആരോപണത്തിനപ്പുറം യാഥാർത്ഥ്യത്തെ അവര് തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ CPM-ന്റെ നേതാക്കന്മാരായാലും അവര് വളരെ കൃത്യമായിട്ട് അവര് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇനി എങ്ങനെ ക്രോസ് വോട്ട് ചെയ്താലും CPM എത്രത്തോളം കോൺഗ്രസിനെ സംരക്ഷിച്ച് നിർത്താൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ജനങ്ങൾ അവരെ തിരസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഇലക്ഷനിൽ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ മുഴുവൻ CPM-നോടുള്ള എതിർപ്പ് കൊണ്ട് മാത്രമാണ് BJPക്ക് ആ മേഖലയിൽ മുഴുവൻ കടന്നു കയറാൻ സാധിച്ചിട്ടുള്ളത്. പാലക്കാടും അത് തന്നെ പിന്നെ ആവർത്തിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എങ്ങനെ ക്രോസ് ഔട്ട് ചെയ്താലും കോൺഗ്രസിനെ രക്ഷിക്കാൻ CPM-നെ കൊണ്ട് സാധിക്കില്ല. 100% ജനങ്ങൾ അതിന് എതിരായിട്ടുള്ള നിലപാട് കേരളത്തിലെ അപ്പാടെയും പാലക്കാടും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത്ര ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ് UDFും നിർത്താൻ സാധ്യതയുള്ളത്. UDFിലും അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. LDFിലും അങ്ങനെ തന്നെയായിരിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ തവണ നമുക്കറിയാം LDFിൽ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ള ആരോപണമൊക്കെ LDF നേരിട്ടാണ്. എന്തായാലും BJPയുടെ ഒരു സ്ഥാനാർത്ഥി എങ്ങനെയായിരിക്കും? ഒരു സർപ്രൈസ് ആയിരിക്കുമോ? അതോ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് തന്നെയായിരിക്കുമോ? അങ്ങനെ എന്താണ് വിലയിരുത്തൽ? BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്ന ആരായാലും ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല, ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളില്ല. മാധ്യമങ്ങളിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ കൂടിയാണ് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. അതിന്റെ പാർട്ടി സംവിധാനമാണ് നിശ്ചയിക്കേണ്ടത്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥി ആരായാലും അത് 100% അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.